പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് റിനൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. ഇത് നഗ്നമായ അഴിമതിയാണ്. ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പം നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു, തീരുമാനം നടപ്പാക്കാൻ പോകുന്നു എന്നെല്ലാമുള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത്. നമസ്കാരം. 2014 ബാർ ഉടമകളിൽ നിന്ന് അന്നത്തെ മന്ത്രി KM മാണി കോഴ വാങ്ങിയെന്ന ബാർ ഉടമ ബിജു രമേശിന്റെ ശബ്ദരേഖ പുറത്തുവരുന്നത്. അന്ന് പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷം അത് ആളിക്കത്തിച്ചതോടെ ഒറ്റ വർഷത്തിനുള്ളിൽ മാണി രാജിവെക്കുകയും ചെയ്തു. അന്ന് ആ പ്രതിഷേധത്തിന് വളമിടുകയും രാജിയിലേക്ക് നയിക്കുകയും ചെയ്ത ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത് തൊടുപുഴക്കാരനായ ബാർ ഉടമ അനിമോന്റെ വെളിപ്പെടുത്തലാണ്. കേസ് അപ്രസക്തമായെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ബാർക്കോഴ വിവാദമുയർത്തിയ രാഷ്ട്രീയ ചലനങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ഇടത് സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ വീണ്ടും ബാർക്കോഴ ആളിക്കത്തുമ്പോൾ ചർച്ചയാകുന്നത് അതേ ബാർ ഉടമയുടെ വെളിപ്പെടുത്തൽ. മദ്യനയത്തിലെ ഇളവിന് പണം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു. ഡ്രൈഡേ ഒഴിവാക്കാൻ, ബാർ സമയം കൂട്ടാൻ ഓരോ ബാർ ഉടമകളും 2.5 ലക്ഷം രൂപ വീതം പിരിവ് നൽകണമെന്നാണ് ഫെഡറേഷൻ പ്രസിഡന്റിന്റെ സന്ദേശമെന്ന് അനിമോൻ പറയുമ്പോൾ പറയുന്നയാളെ സംഘടന പുറം തള്ളിയതാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കുന്നു. എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വരുമ്പോൾ ആരോപണം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് ഒരു മുഴം മുന്നേറിയുന്നുണ്ട് ഭരണപക്ഷം. വീണ്ടും ആളിക്കത്തുന്നു കേരള രാഷ്ട്രീയത്തിൽ ബാർക്കോഴ ആരോപണം. സംശയത്തിന്റെ മുൾമുനയിലാണോ ഇടത് സർക്കാരിന്റെ മദ്യനയം, അതോ ചീറ്റിപ്പോകാൻ മാത്രം തിരക്കഥ ചമയ്ക്കപ്പെട്ട വെറും ഗൂഢാലോചനയോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. ചർച്ചയ്ക്കൊപ്പം ചേരുന്നു പാനലിസ്റ്റിൽ CPM നേതാവ് VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് BJ വിഷ്ണു, ഒപ്പം മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്, KCBCയുടെ മുൻ മദ്യവിരുദ്ധ സമിതിയുടെ വക്താവ് ആയിരുന്ന അഡ്വക്കേറ്റ് ചാർലി പോൾ എന്നിവരും നമുക്കൊപ്പം ചേരുകയാണ്. ചർച്ചയിൽ ആദ്യം CPM നേതാവ് ശ്രീ VPP മുസ്തഫ, ബാർക്കോഴ രണ്ടാം ഘട്ടമാണോ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു വിവാദം വരുന്നത് പിണറായി രണ്ടാം സർക്കാരിന്റെ 3ാം വാർഷികം പൂർത്തിയാകുന്ന ആ ദിവസത്തേക്ക് അടുക്കുന്ന സമയത്തു കൂടിയാണ്. ഏത് തരത്തിൽ പ്രതിരോധിച്ചാലും ഇത് ഇടത് സർക്കാരിനെ, പാർട്ടിയൊക്കെ അല്പം പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? പ്രതിസന്ധിയിലാക്കണമെങ്കിൽ വസ്തുതാപരമായ തെളിവുകളുടെ പിൻബലത്തിൽ കൃത്യമായിട്ടൊരു ആരോപണം വരണം. നിങ്ങൾ നോക്കൂ, LDF ഗവൺമെന്റിന്റെ 8 വർഷത്തിനിടയിൽ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. കോടതികളിൽ ഉൾപ്പെടെ പോയല്ലോ. ഏതെങ്കിലും ഇത്തരം ആരോപണങ്ങളിൽ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് ആസൂത്രിതമായി ഇടതുപക്ഷ സർക്കാരിനെ വേട്ടയാടാൻ കൊണ്ടുവരുന്ന അത്തരം ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടോ? അതുകൊണ്ട് താങ്കൾ ഇവിടെ ന്യായമായും പറഞ്ഞതുപോലെ ചീറ്റിപ്പോകാനുള്ള ഒരു ഗൂഢാലോചന തന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രം വന്നിട്ടുള്ള വെളിപ്പെടുത്തലാണിത്. ഒരു വസ്തുത നിങ്ങൾ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള, നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ പറയുന്ന വോയിസ് ക്ലിപ്പിന്റെ, ഈ വീഡിയോ, ഈ ഓഡിയോ ശബ്ദരേഖയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആധികാരികത പരിശോധിച്ചിട്ടുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് അങ്ങനെ ശരിയായി നടന്നൊരു സംഗതിയാണ്. സംസ്ഥാന സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, അദ്ദേഹം പ്രതികരിക്കുന്ന CPIM അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇദ്ദേഹം പറയുന്നത് പോലെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നാണോ? ഇതൊരു ആധികാരികമായ സംഗതിയാണോ? അതല്ല അവരുടെ സംഘടനക്കകത്തുള്ള ചില പ്രശ്നങ്ങളും
ഈ പറയുന്ന സന്ദർഭവും മുതലെടുത്ത് വന്നിട്ടുള്ള ഒരു ആരോപണമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ആധികാരികത വേണ്ടേ? ആരെങ്കിലും ഒന്ന് വെളിപ്പെടുത്തണ്ടേ? ഇന്നൊരു പകൽ നേരം മുഴുവൻ മാധ്യമങ്ങൾ ഇതിങ്ങനെ ഈ ഒരു ശബ്ദരേഖ വെച്ച് പറയുന്നു. പക്ഷെ ഇതിന്റെ ഒരു ആധികാരികത ബോധ്യപ്പെടുത്താൻ ഇന്നൊരു പകൽ മുഴുവൻ ലഭിച്ചിട്ടും ഏതെങ്കിലും ഒരു മാധ്യമത്തിന് സ്ഥാപിച്ചു? ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന് സ്ഥാപിച്ചു? പ്രതിപക്ഷ കക്ഷികൾക്കും അവരുടെ നേതാക്കൾക്കും സാധിച്ചു? ഒന്നുമില്ലാതെ ഇങ്ങനെ വളരെ ആസൂത്രിതമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ എടുത്തിടുകയല്ലേ ചെയ്യുന്നത്? അതാണ് ഞങ്ങൾ പറയുന്ന പ്രശ്നം. ആധികാരികമായി വസ്തുതാപരമായി വരട്ടെ, നമുക്ക് ന്യായമായും ചർച്ച ചെയ്യാൻ. ഇടതുപക്ഷം അങ്ങനെ സോഷ്യൽ ഓഡിറ്റിന് സദാ സന്നദ്ധമായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഞങ്ങൾ സ്വയം വിമർശനങ്ങൾക്കും ഓഡിറ്റിങ്ങിനും തയ്യാറായിട്ടുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇടതുപക്ഷം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചകളും ചെയ്യാറുണ്ട്. കാരണം ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും സംബന്ധിച്ചിടത്തോളം അഴിമതി എന്ന് പറയുന്നത് വെച്ചു പൊറപ്പിക്കുന്ന പ്രശ്നമില്ല. ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം എന്നതുപോലെ ഇവർ പ്രസ്താവിക്കുന്നു എന്നല്ലാതെ ഇവർ നീതിപീഠങ്ങളെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയിട്ട് തെളിയിക്കപ്പെട്ടു. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഏറ്റവും ഒടുവിലത്തെ അനുഭവമില്ലേ? ഇവിടെ മാസപ്പടി എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടാക്കുകയും, വിവാദമാണ്, സംവാദമല്ല ഉണ്ടാക്കിയത്, വിവാദം ഉണ്ടാക്കുകയും അതുണ്ടാക്കിയ കോൺഗ്രസിന്റെ പ്രമുഖനായ MLA നേതാവ് വിജിലൻസ് കോടതിയിൽ പോയി. ആഴ്ചകൾ ആ കോടതിയിൽ വിചാരണ നടന്നു. എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ ഇതുപോലെ മാധ്യമങ്ങളെ ഉപയോഗിച്ച്, മാധ്യമങ്ങളുടെ ഫോറങ്ങൾ ഉപയോഗിച്ച്, വേദികൾ ഉപയോഗിച്ച് ഇടതുപക്ഷത്തെയും ഈ ഗവൺമെന്റിന്റെ തലവനായ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അങ്ങേറ്റം ആക്ഷേപിച്ചു ആ MLA മാത്യു കുഴൽനാടൻ. അത് ഏറ്റുപിടിച്ചിട്ട് അല്ല, ശ്രീ VP മുസ്തഫ, ഇതിന്റെ ആധികാരികത അന്വേഷിക്കാൻ എക്സൈസ് മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം വരട്ടെ. അത് ഇനി ഒരു 10 വർഷം മുൻപ് ഒരു ശബ്ദരേഖ പുറത്തു വരുമ്പോൾ അതിന്റെ ആധികാരികത അന്വേഷിച്ച് അത് ഇഴ കീറി പരിശോധിച്ച ശേഷമാണോ അന്നത്തെ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്, ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കാലം ചോദിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോഴും സർക്കാരിന്റെ മദ്യനയം, അതിന് പുറത്ത് ഇതൊരു നിഴൽ വീഴ്ത്തുന്നില്ലേ? IT പാർക്കുകളിൽ മദ്യശാലകൾക്ക് അനുമതി നൽകുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഒരു എതിർപ്പ് ആ വശത്തുണ്ടായിരുന്നു. ആ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് അങ്ങനെ ഒരു ചട്ട ഭേദഗതിക്ക് നിയമസഭാ സമിതി അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതിന് തൊട്ട് താഴെ മദ്യനയം ഇതാ അടിമുടി മാറാൻ പോവുകയാണെന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നു. തൊട്ടുപിറകെ മറ്റൊരു ശബ്ദരേഖ വരുന്നു. അത് വിവാദമാകുന്നു. സ്വാഭാവികമായിട്ടും നയം മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് സർക്കാരിന് പറയേണ്ടി വരിക, പാർട്ടിക്ക് പറയേണ്ടി വരിക. മദ്യനയത്തെ പൊതുജന മധ്യത്തിൽ സംശയത്തിലാക്കാൻ ഇത് മാത്രം മതിയാകില്ലേ? അല്ല, അങ്ങനെ പൊതുജന മധ്യത്തിൽ ഈ സർക്കാരിന്റെ തലവനെ തന്നെ, എക്സൈസ് മന്ത്രിയല്ല, ഈ സർക്കാരിന്റെ തലവനെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംശയത്തിന്റെ നേരിടാക്കാൻ പോയ കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും തെളിവുകൾ ഇതുപോലെ എത്ര തവണ നിങ്ങൾ പറഞ്ഞതുപോലെ ആരോപണം വന്നു, ആധികാരികത ആരും പരിശോധിച്ചില്ല. എത്ര ദിവസം, എത്ര ആഴ്ചകൾ ഇതുപോലെ ചർച്ച ചെയ്തു. അവസാനം വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞില്ലേ? അതിനുശേഷം ആരെങ്കിലും അപ്പൊ നമ്മൾ വിഴുപ്പറക്കിയിട്ട് ഒരു മുഖ്യമന്ത്രി ശരി, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാം, അദ്ദേഹത്തിന്റെ മകളെയും കുടുംബത്തെയും എന്തെല്ലാം പറഞ്ഞു, ഏതെല്ലാം നിലയിൽ ആക്ഷേപിച്ചു, എന്തുണ്ട് അതിന് ബാക്കി പത്രം? ആരെങ്കിലും അത് തിരിച്ചു പറയാൻ തയ്യാറായോ? കോടതി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചർച്ച ചെയ്യുന്നതിനൊന്നും ഞങ്ങൾക്ക് പ്രയാസമില്ല. ആധികാരികത വേണം. നമ്മുടെ മുന്നിൽ മറ്റൊരു കേസ്, ഈ ആധികാരികത 2014 ഉണ്ടായിരുന്നോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ശ്രീ VP മുസ്തഫ, അതാണ് ഈ കാലം കണക്ക് ചോദിക്കുകയാണെന്ന് പ്രതിപക്ഷം പറയുന്നത്. ഈ ധാർമ്മികതയും ഈ ധാർമ്മിക രോഷമൊക്കെ അന്ന് 2014 UDF-നും ഉണ്ടാകാമായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കൂടി ഒന്ന് ഇതിനിടയിൽ പറഞ്ഞു പോകണം, പരാമർശിച്ചു പോകണം. അല്ല, നിങ്ങൾക്ക് ഈ വലതുപക്ഷത്തിനും വലതുപക്ഷ മാധ്യമങ്ങൾക്കുമാണ് ആ ധാർമ്മികത ഉണ്ടാവേണ്ടത്. ഞാൻ ഈ ഒരു കേസല്ലല്ലോ പറയുന്നത്. ഇതിന് തൊട്ട് മുമ്പ് വീണ ജോർജിന്റെ ഓഫീസിനെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചില്ലേ? സ്ഥലം മാറ്റത്തിനും നിയമനത്തിനും വേണ്ടി കൈക്കൂലി. ഇതുപോലെ എത്ര ദിവസം ആളുകളെ കൊണ്ടുവന്നിരുത്തി ചർച്ച നടത്തി, അന്വേഷണം നടന്നു. അന്വേഷണത്തിൽ ആരാ പ്രതികളായത്, ആരാ ജയിലിലായത്? നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ ഇത്? ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നത്, ഒരു ആധികാരികതയും ഇല്ലാതെ, ഒരു വസ്തുതയും ഇല്ലാതെ ഈ പ്രതിപക്ഷം ഇങ്ങനെ നിങ്ങളിൽ ചിലരെ കൂട്ടുപിടിച്ച്, ഈ മാധ്യമങ്ങളിൽ ചിലരെ കൂട്ടുപിടിച്ച് നടത്തുന്ന വിവാദങ്ങളല്ലാതെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ശരിയായ നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നില്ല. അവരുടെ കാലത്തേതുപോലെയാണ് എല്ലാം. നിങ്ങളിപ്പോ സൂചിപ്പിക്കുന്നത് 2014 ആരാ കുത്തിപ്പൊക്കിയത്? പ്രതിപക്ഷമാണ്. ആരാണ് ആദ്യമായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്?
അത് ഏറ്റുപിടിച്ചത് ആരായിരുന്നു? എന്നിട്ട് അത് UDF-നകത്തെ കുഴപ്പമാകാൻ കാരണം എന്തായിരുന്നു? നിങ്ങൾ പറ. അന്ന് ആരോപണ വിധേയനായ മന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്തുകൊണ്ടാണ് UDF മുന്നണി തന്നെ വിടാൻ നിർബന്ധിതമായത്? അപ്പോ ആ ആരോപണത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷമല്ല അതിനും ഉത്തരവാദി. ഒരാധികാരികതയും വസ്തുതയും ഇല്ലാതെ അന്ന് മാണി സാറിനെ വേട്ടയാടുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിയത് ഒടുവിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സൃഷ്ടാക്കളിൽ ഒരാളായ മാണി സാറിന് ആ മുന്നണി വിടേണ്ടി വന്ന സാഹചര്യം തന്നെ ഉണ്ടായത്. മാണി സാറ് ജീവിച്ചിരിക്കുമ്പോ തന്നെയാണല്ലോ മുന്നണി വിട്ടത്, മരിച്ചിട്ടല്ലോ. ജീവിച്ചിരിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന് ഗുഡ് ബൈ പറയേണ്ടി വന്നില്ലേ UDF-നോട്? അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചോ. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളി, അത് ഈ പ്രതിപക്ഷം പറയുന്ന ആ കാലത്തിന്റെ കണക്ക് ചോദിക്കലുണ്ടല്ലോ, അത് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നു VPP മുസ്തഫ. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ആധികാരികതയുള്ള ഒരു ആരോപണമാണ് UDF ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷം ഈ വിമർശന ശരങ്ങളുമായി വരുന്നത് ഇങ്ങനെ ചീറ്റിപ്പോയ ഒരു പടക്കത്തിന്റെ പുറകിലല്ലാതെ എന്ത് ആധികാരികത ആണ്? എന്ത് CPM ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെ ചോദിക്കുന്നു, അന്വേഷണത്തിലേക്ക് കടക്കട്ടെ എന്ന് നിർദ്ദേശിക്കുന്നു. വസന്ത്, ചോദ്യം എന്നോടാണല്ലോ. എനിക്ക് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം CPM പ്രതിനിധിയുടെ വാദങ്ങൾ കേൾക്കാൻ പറ്റില്ല. എന്ത് തന്നെയാണെങ്കിലും നോക്കൂ, ഈ സർക്കാരിനെ തിരിഞ്ഞു കുത്തുന്നത് അവർ ചെയ്തു വെച്ച പ്രവർത്തികൾ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു സമരവുമായി ബന്ധപ്പെട്ട്, ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമരം, ഇവർ കൊട്ടിഘോഷിക്കുന്ന ഈ മറ്റേ ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കളെയും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സമീപിച്ചത് ഇവർ തന്നെയാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. രണ്ടാമതായി ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഒന്നാം ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ബാർക്കോഴ ആരോപണമാണ്. അതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും അതിന്റെ നേതാവ് ശ്രീ KM മാണിയെയും വേട്ടയാടിയതിന് കയ്യും കണക്കുമില്ല. നിയമസഭാ രേഖകളിൽ ഇന്നും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദന്റെ പ്രസംഗമുണ്ട്. എന്താണ് ആ പ്രസംഗം? ചാകാത്ത പുഴുവും അണയാത്ത തീയുമുള്ള നാശത്തിന്റെ നരകത്തിലേക്ക് ശ്രീ മാണി വീണു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്നാണ് ആ പ്രസംഗം. അങ്ങനെ പ്രസംഗിച്ച ഇവർ തന്നെ അതേ മാണി ഗ്രൂപ്പിനെയും അതേ KM മാണിയുടെ അന്ന് ആരോപണങ്ങളുടെ നിഴലിൽ നിന്നിരുന്ന മകൻ ജോസ് കെ മാണിയും ആ മുന്നണിയിൽ സ്വീകരിച്ചു. അന്നേ ഞങ്ങൾ പറഞ്ഞു ഈ ആരോപണവും അന്നുണ്ടായ സമരവും ഒക്കെ സെറ്റിൽമെന്റുകളായിരുന്നു എന്ന് പറഞ്ഞെടുത്തു നിന്ന് അന്ന് ആ ഗവൺമെന്റിനെതിരായ ഒരു ആരോപണം വന്നപ്പോൾ അഴിഞ്ഞാടിയവർക്കെതിരെ ഇന്ന് വെറും ആരോപണമല്ല, ഏതാണ്ട് തെളിവ് എന്ന രീതിയിൽ തന്നെ നമുക്ക് സ്വീകരിക്കാവുന്ന രീതിയിൽ ഒരു ശബ്ദ സന്ദേശം വെളിയിൽ വന്നിരിക്കുകയാണ്. ആരാണ് പറയുന്നത്? ഇപ്പൊ അവര് പറയുന്നു ഞങ്ങൾ പുറത്താക്കി, മിനിഞ്ഞാന്നേ പുറത്താക്കി എന്നാണ് പറയുന്നത്. CPM-ന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതുപോലെ ഈ ബാർ മുതലാളിമാരുടെ ഫെഡറേഷനും CPM-ന്റെ നയം സ്വീകരിക്കുകയാണ്. അതായത് ഏതെങ്കിലും കേസിൽ SFI-കാരൻ പെട്ടാൽ, DYFI-കാരൻ പെട്ടാൽ അവനെ 2 മാസം മുമ്പേ പുറത്താക്കിയ ലെറ്റർ CPM അടിച്ചു വെച്ചിരിക്കും. അത് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ഇവർ ഞങ്ങൾ അയാളെ പണ്ടേ പുറത്താക്കിയെന്നാണ് പറയുന്നത്. ആരായിരുന്നു അയാൾ? അയാൾ ഇടുക്കി ജില്ലയിലെ ബാർ മുതലാളിമാരുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അയാൾ ഇടുക്കി ജില്ലയിലെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് മാത്രമല്ല, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. അങ്ങനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ ഒരാൾ പറയുന്നു ഞാൻ ഇന്ന ഹോട്ടലിൽ ഇന്ന ദിവസം മീറ്റിംഗിന് ശേഷമാണ് ഈ വോയിസ് ഇടുന്നത്, സർക്കാരിന് പരിശോധിക്കാലോ. അങ്ങനെ ആ മീറ്റിംഗിൽ അങ്ങനെ ഒരു മീറ്റിംഗ് ഇന്ന ദിവസം ആ ഹോട്ടലിൽ നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കാമല്ലോ. ഇന്ന ബാർ മുതലാളി എനിക്ക് പണം തന്നു, അയാൾ ഇന്നത് തള്ളി പറഞ്ഞു. തള്ളി പറയാതെ എന്താണ് നിർവാഹമുള്ളത്? സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിന് കോഴപ്പണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മുമ്പോട്ട് വരും ഇടതു സർക്കാരിന്റെ കാലത്ത് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ ആ മണ്ടത്തരമാണ്. പക്ഷെ നോക്കൂ, ഇവരെ ഇപ്പോൾ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത് പണ്ട് ഏതോ സിനിമയിൽ പറയുന്ന പോലെ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ എന്ന് പറയുന്നത് പോലെ ഇവർ തന്നെ പണ്ട് സംശുദ്ധരായ രാഷ്ട്രീയ നേതാക്കളെ, കേരളത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചവരെ, കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ വീട്ടമ്മമാരുടെ മനസ്സമാധാനം ലക്ഷ്യം വെച്ച് ബാറുകൾ കൂട്ടാൻ തീരുമാനിച്ച ഒരു ഗവൺമെന്റിനെ അന്യായമായി അനിതര സാധാരണമായി വേട്ടയാടിയതിന് കാലം അവരെ അതിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അങ്ങേക്കറിയാലോ, ഞാനും കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അപ്പൊ ഇച്ചിരി വൈകാരികത നമുക്കുണ്ടാവും. കാര്യം അതുപോലെ കോട്ടയത്ത്
ഉണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ, ശ്രീ KM മാണിയെ ഒക്കെ ഇവർ വേട്ടയാടിയതിന് കൈയും കണക്കുമുണ്ടോ? നാണമാവുന്നുണ്ടോ? ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ, അവരുടെ നേതാക്കൾക്കുണ്ടെങ്കിൽ, പിണറായി വിജയൻ എന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടെങ്കിൽ, മന്ത്രി MB രാജേഷിനോട് അല്ല വസത്, ഇതിനകത്ത് ഒരു 2014 ബന്ധപ്പെട്ട് രണ്ട് വ്യത്യാസം. ഒന്ന്, ഇതിനകത്ത് ഏതെങ്കിലും മന്ത്രിമാരുടെ പേര് പറയുന്നില്ല. ഒന്ന്, ഈ ശബ്ദം അനിമോന്റെ ആണോ എന്ന് ഇതിന് കൺഫേം ചെയ്യാൻ ഇരിക്കുന്നു. അന്വേഷണം ഒരു വശത്ത് നടക്കട്ടെ. അസോസിയേഷൻ, ഫെഡറേഷൻ ഒരു കാരണവശാലും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു സമാന്തര സംഘടനാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നിടത്ത് ഈ അസോസിയേഷൻ തന്നെ 2015 സ്പ്ലിറ്റ് ആയതുപോലെ വീണ്ടും ഈ അസോസിയേഷൻ സ്പ്ലിറ്റ് ആകാനുള്ള പ്രവർത്തനം നടക്കുകയാണെന്ന് പറയുന്നു. അത് വാലുമില്ല തലയുമില്ല ചില ആരോപണങ്ങൾക്ക് എന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് UDF അങ്ങനെ കണ്ണടച്ച് ഏറ്റെടുത്ത് എത്ര ദിവസം കൊണ്ടുപോകാൻ കഴിയും? അവിടെയാണ് പ്രശ്നം. നമ്മൾ ഒരു കോയിൻസൈഡൻസ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മിനിഞ്ഞാന്നും ഇന്നലെ വൈകിട്ട് 5 മണിയുടെ ന്യൂസ് 8ന്റെ ചർച്ച എന്തായിരുന്നു? ന്യൂസ് 8ന്റെ ചർച്ച ഡ്രൈ ഡേ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് പറയാനുള്ളത് എന്ത്, ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നാണ്. ന്യൂസ് 18 വെറുതെ ചർച്ച നടത്തില്ലല്ലോ. മിനിഞ്ഞാന്ന് മാതൃഭൂമിയുടെയും ഏഷ്യാനെറ്റിന്റെയും ചർച്ച എന്തായിരുന്നു? അതെല്ലാം ഇതേ ചർച്ചകൾ തന്നെയാണ്. അതായത് ഡ്രൈ ഡേ ഒഴിവാക്കാൻ സർക്കാർ പോകുന്നു എന്ന് വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് അറിവുള്ളതാണ്. 15,000 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഡ്രൈ ഡേ ഒഴിവാക്കിയാൽ കിട്ടാൻ പോകുന്നതെന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശമുണ്ട്. നോക്കൂ, ഈ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ അന്ന് 5 സ്റ്റാർ ഹോട്ടലുകൾ ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും ബാർ ലൈസൻസ് ഒഴിവാക്കിയ എടുത്തു കളഞ്ഞൊരു സർക്കാരാണ് ഇറങ്ങിപ്പോയത്. ഈ സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം 120 പുതിയ ബാറുകൾ അനുവദിച്ചു. ഡ്രൈ ഡേ എന്ന് പറയുന്ന 1-ാം തീയതിയിലത്തെ ഒരേ ഒരു ദിവസം എടുത്തു മാറ്റുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നത് 15,000 കോടിയുടെ അധിക വരുമാനമാണെങ്കിൽ 120 പുതിയ ബാറുകൾ അനുവദിച്ചപ്പോ എത്ര ലക്ഷം കോടിയുടെ അധിക വരുമാനം ഉണ്ടായി കാണും? ആ എത്ര ലക്ഷം കോടി രൂപ ബാർ മുതലാളിമാർക്ക് കിട്ടിക്കാണും? അതിന്റെ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരസ്മരണ എത്ര കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കാണും? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശ്രീ അപർണ, അങ്ങേക്ക് അറിയാമല്ലോ, സിയാൻഡേജിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി സിയാൻഡേജി പറയുന്നു 75,000 കോടി രൂപ സർക്കാർ പിരിച്ചെടുക്കാനുണ്ട്. അതിൽ 22,500 കോടി രൂപ 22,800 കോടി രൂപ കേസുകളിൽ പെടാത്ത സർക്കാരിന് നാളെ ചെന്ന് വേണം പിരിച്ചെടുക്കാവുന്ന കേസാണ്. ലിറ്റിഗേഷൻ ഫ്രീ എന്നാണ് അതിന് പറയുക. അതിൽ 610 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാർ മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള TOP ആണ്. നിലവിലുള്ള ബാർ മുതലാളിമാരിൽ നിന്ന് ഒരു വർഷം 610 കോടി രൂപ സർക്കാർ പിരിച്ചെടുക്കാറുണ്ട്. രണ്ടാമതായി, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അന്ന് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നില്ലേ? ബാർ മുതലാളിമാരുടെ മുഴുവൻ പഠിക്കലേക്ക് ചീഫ് സെക്രട്ടറിമാരെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ, GST പിരിക്കേണ്ടവരെ, സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ മുഴുവൻ പണപ്പിരിവിന് പറഞ്ഞു വിട്ടു. അവരെങ്ങനെ പോയി അവരിൽ നിന്നും ടാക്സ് പിരിച്ചെടുക്കും? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇൻസിഡന്റുകൾ ഇതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ 6 മാസങ്ങളിൽ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വിശ്വസിക്കണമോ എന്ന ചോദ്യം, അപർണ ചോദിച്ച ചോദ്യത്തിന് ഉള്ള ഉത്തരം അപ്പൊ പൊതുസമൂഹത്തിന് കിട്ടും. അവരിത് വിശ്വസിക്കുമെന്നതിൽ സംശയം വേണ്ട. ഇതിവരെ വേട്ടയാടുകയാണ് എന്ന് മാത്രമല്ല, ഇതിവരുടെ അവസാനത്തിലേക്ക്, ഈ സർക്കാരിന്റെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും എന്നതിലും സംശയമുണ്ട്. ഓക്കെ, BJ വിഷ്ണു, ഈ സർക്കാരിന്റെ മദ്യനയത്തെ ഇതൊരു പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ, നിഴലിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്നാണല്ലോ BJP പറയുക. പക്ഷേ ഇതൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിയൊക്കെ വന്ന് ഇത് അന്വേഷിക്കേണ്ട രീതിയിലേക്ക് അത്രയ്ക്കും ഗൗരവതരമാണ് എന്ന് BJP കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് DGPക്ക് എക്സൈസ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല, ഇതിൽ ഇങ്ങനെ ഒരു ശബ്ദരേഖ ഉണ്ടെങ്കിൽ അത് അന്വേഷണം നടക്കട്ടെ, അത് വ്യാജ പ്രചാരണമാണെന്ന് ഉറപ്പു പറയുന്നത് ഈ അന്വേഷണം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് എന്ന് സർക്കാർ പറയുന്നു, മന്ത്രി പറയുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസം സർക്കാരിന് നിൽക്കുകയാണ്. ഒന്ന്, 2014 ബാർക്കോഴ ആരോപണം ഉണ്ടായപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നത് VS അച്യുതാനന്ദനാണ്, CPM-ന്റെ. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതിൽ വസ്തുതകൾ പുറത്തു വരാൻ കഴിയും. കാരണം മറ്റ് അന്വേഷിക്കുന്ന ഏജൻസികൾ മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിക്കും ഇതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. ഇത് CPM-ന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ വാദമാണ്. ഇന്ന് അതേ വാദം CPM നിലപാടുണ്ടോ? അതേ വാദത്തിൽ അവർ ഉയർച്ചു നിൽക്കുന്നുണ്ടോ? കാരണം ബാറുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് മാത്രമല്ല, CPM-ന്റെയും നേതാക്കന്മാരുടെയും കൂടി പോക്കറ്റിലേക്ക് എത്തുന്ന കോടികളുടെ വരുമാനമാണ് ബാറുകളിൽ നിന്നുണ്ടാകുന്നത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ കേരളത്തിലെ ബാർ മുതലാളിമാർ പുതിയൊരു നയം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി പലപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് ചില എതിർപ്പുകൾ ഉയർന്നതുകൂടി സർക്കാർ മാറുകയായിരുന്നു.
ഈ സർക്കാർ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ എന്താണ്, ഞങ്ങൾ തുറക്കാൻ പോകുന്നത് സ്കൂളുകളാണ്, ബാറുകളല്ല. ഇതൊക്കെ PPP മുസ്തഫയ്ക്ക് ഇപ്പോൾ ഓർമ്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കേരളത്തിൽ അധികാരത്തിലെ നാൾ മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും കൂടുതൽ ബാറുകൾ അനുവദിക്കാൻ വേണ്ടി കിണഞ്ഞ പരിശ്രമം തന്നെയാണ് CPM-ഉം കേരളത്തിലെ മുഖ്യമന്ത്രിയുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമായപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അളവില്ലാതെ CPM-ഉം CPM-ന്റെ നേതാക്കന്മാരും ബാറുകളിൽ നിന്ന് വാങ്ങിച്ചത്. അങ്ങനെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വന്നപ്പോഴും പ്രതിപക്ഷം പേരിന് എതിർത്തെങ്കിൽ പോലും അത് പാസ്സാക്കിയെടുത്ത് അടുത്ത പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ബാറുകളുടെ സമയം വർദ്ധിപ്പിക്കാനും എന്തിന് വീടുകളിലേക്ക് പോലും മദ്യം എത്തിക്കാനുള്ള ഒരു ഓൺലൈൻ വഴിയുള്ള നടപടിക്ക് ഇപ്പോൾ ആലോചിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം ബാർ ഉടമകളുടെ യോഗവും വിളിച്ചിരിക്കുകയാണ്. കാരണം കേരളത്തെ മുഴുവൻ മദ്യത്തിൽ താഴ്ത്തിക്കൊണ്ട് കേരളത്തിൽ CPM-ന് കൊടുത്ത കോടികൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ബാർ മുതലാളിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. അതിന് CPM പച്ചക്കൊടി നൽകിയിരിക്കുന്നു. അതോടൊപ്പം വീണ്ടും അതിനോടൊപ്പം വലിയൊരു പണപ്പിരിവും നടത്താം ഇതിൻ്റെ പേരിൽ എന്നുള്ളത് CPM-ഉം മുഖ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്നതാണ്. അല്ലാതെ ഒരു ദിവസം ഒരു നേതാവ് എന്ന് വെറുതെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയില്ലല്ലോ, പണം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമാകുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഇത് സർക്കാരുമായി ചേർന്നുള്ള നല്ല ഒന്നാം തരം നാടകങ്ങളാണ്. ഇവരെല്ലാം ബാർ മുതലാളിമാരാണ്. ഇവർക്കെല്ലാവർക്കും സർക്കാരിനെ പിണക്കിക്കൊണ്ട് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ ചോദിക്കുന്ന പണമെല്ലാം അവർ കൃത്യമായി അവരുടെ പോക്കറ്റിലേക്കും പാർട്ടിയുടെ ഖജനാവിലേക്കും കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലമാണ്. ഇനി നോക്കാം, ഓൺലൈൻ മദ്യം കോവിഡ് കാലത്ത് പോലും കോവിഡിൻ്റെ പ്രതിസന്ധിയെ മാറ്റിവെച്ചുകൊണ്ട് ആ പ്രതിസന്ധിയെ മുതലെടുത്തുകൊണ്ട് സർക്കാർ ശ്രമിച്ചു. അന്നത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നയവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ വീണ്ടും മദ്യം എത്തിക്കാനും ഈ പറഞ്ഞതുപോലെ IT പാർക്കുകളിൽ തുറക്കാനും പോവുകയാണ്. കാരണം കോടികളാണ് സർക്കാരിലേക്ക് മാത്രമല്ല CPM-ലേക്കും വരാൻ പോകുന്നത്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പോലും ബിവറേജസുകൾ അനുവദിക്കുന്ന തരത്തിലുള്ള പല ആലോചനകളും ഇപ്പോൾ സർക്കാരിലുണ്ട്. ഇത് വാക്ക് പറഞ്ഞുകൊണ്ട് CPM-ഉം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എക്സൈസ് വകുപ്പും കോടിക്കണക്കിന് രൂപയാണ് ബാർ മുതലാളിമാരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണമൊക്കെ നടത്താനെന്ന് പറഞ്ഞെങ്കിൽ പോലും എക്സൈസ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അത്ര പെട്ടെന്നൊന്നും ഇതിൽ നിന്ന് തലയൂരി മാറ്റാൻ പറ്റില്ല. കാരണം തലയൂരി മാറ്റുമ്പോൾ കൂടുതൽ വലിയ ഞെട്ടലുളവാക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടാവുമെന്ന് അവർക്കറിയാം. അപ്പോൾ ഒരു ചെറിയൊരു അന്വേഷണം നടത്തി KM മാണിയുടെ കാലത്ത് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയതുപോലെ ഒരു ചെറിയൊരു അന്വേഷണം സർക്കാരിന് കീഴിൽ നടത്തി ഇതിനെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും അതിശക്തമായി ഈ മദ്യനയം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഡൽഹിയിലേതും സമാനമായ അഴിമതിയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, ശ്രീ ജേക്കബ് ജോർജ്, സർക്കാരിന്റെ മദ്യനയം ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ എത്ര ബാർ തുടങ്ങി, രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ എത്ര ബാർ തുടങ്ങി, ഇതിനു മുമ്പ് എത്ര ബാർ ഉണ്ടായിരുന്നു, ഇപ്പം എത്ര ബാറുണ്ട്, ആ കണക്കിലേക്കൊന്നും നമുക്ക് കടക്കണ്ട. പക്ഷേ ഇപ്പോൾ ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കുന്നില്ല എന്നതടക്കമുള്ള കണക്കുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതായത് മദ്യ നയവുമായി ബന്ധപ്പെട്ട് ആ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിലുണ്ടാകുന്ന ചില വീഴ്ചകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതിന് ഉപോത്ബലകമായിട്ടാണ്. അതിനിടയിലാണ് ഡ്രൈ ഡേ എന്നുള്ളൊരു ഒഴിവാക്കണം എന്നുള്ളൊരു സജഷൻ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരിക. അതിന് തൊട്ടടുത്ത ദിവസം പുറത്തു വരുന്ന ശബ്ദരേഖയാണ് ഈ അനിമോൻ എന്ന് പറയുന്നത്. താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയുന്നത് പോലെ 2014 ഏത് KM മാണിക്ക് വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് പറയുന്നത്, ആ ആരോപണം കൊട്ടിഘോഷിച്ചത് ഏത് പാർട്ടിയാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതേ അനിമോനാണ്. അത് തീർത്തും ആധികാരികത ഇല്ലാത്ത ഒരു ശബ്ദരേഖയായി മാറുന്നുണ്ടോ? ആർക്കാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പ്രചാരണം, ഒരു വ്യാജ പ്രചാരണമാണെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെയാണെങ്കിൽ അല്ല, അനിമോൻ്റെ ശബ്ദരേഖ, ആ ശബ്ദരേഖ അതിൽ തന്നെ അത് വ്യാജരേഖയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതുവരെ അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല. അനിമോൻ അത് നിഷേധിച്ചിട്ടില്ല. അനിമോൻ തിരുവനന്തപുരത്ത് തൊഴിൽവഴിയുള്ള ആളാണെന്ന് തോന്നുന്നു. കേരളത്തിലെ മദ്യവ്യാപാരികളിൽ പ്രമുഖനാണ് അദ്ദേഹം. ഇവിടെ ഈ രംഗത്ത് ഒരു അറിയപ്പെടുന്ന ആളും കൂടിയാണ്. KM മാണിക്കെതിരെയുള്ള ആ പ്രചാരണ സമയത്തൊക്കെ വളരെ ശക്തമായിട്ട് ഈ രംഗത്തുണ്ടായിരുന്നു താനും. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം നിഷേധിച്ചില്ല? അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗവൺമെൻറ്റിനെതിരെ ആവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് പ്രതിപക്ഷം കോൺഗ്രസിൻ്റെയും BJPയുടെയും ബഹുമാനപ്പെട്ടതായ വക്താക്കൾ പറഞ്ഞതിനകത്ത് യാതൊരു സംശയമില്ല. അത് അവരുടെ ജോലിയാണ്, അവർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ആധികാരികത MP രാജേഷ് അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവിൽ എനിക്കറിയാവുന്നിടത്തോളം, നമുക്ക് പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിലെ CPM ഭരിച്ചപ്പോൾ PK ഗുരുദാസനായിരുന്നു എനിക്കറിയുന്ന ഒരു പ്രധാനപ്പെട്ട എക്സൈസ് മന്ത്രി. അദ്ദേഹം ഒരു പൈസ പോലും കൈക്കൂലി മേടിച്ചിട്ടില്ല. അന്ന് കോൺഗ്രസ്സുകാരൊക്കെ പറയുമായിരുന്നു പാർട്ടി മേടിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്കതേക്കുറിച്ച് അറിയില്ല. പാർട്ടി മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല.
MP ഗോവിന്ദൻ മാഷ് മന്ത്രിയായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യകാലത്തിൽ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യകാലഘട്ടത്തിൽ. MP ഗോവിന്ദൻ മാഷ് എക്സൈസ് കച്ചവടക്കാരും എൻ്റെ ഓഫീസിലോ വീട്ടിലോ വന്നുകൂടാ. അന്ന് നമ്മുടെ VPP മുസ്തഫയാണ് സെക്രട്ടറി. അത് അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യമാണ്, എനിക്കത് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അവർ ചില സൗഹൃദ ബന്ധങ്ങളുടെ പേരിൽ എനിക്കറിയാം. അവരാരെയും അവിടെ സ്വീകരിച്ചിരുന്നിട്ടില്ല. നേരിട്ട് അദ്ദേഹത്തിന് MP ഗോവിന്ദൻ മാസ്റ്റർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. MP രാജേഷിനും അത് തന്നെ. വ്യക്തിപരമായിട്ട് ഇവരാരും മദ്യക്കച്ചവടക്കാരുമായിട്ട് ബാർ ഉടമകളുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളല്ല. അതിന് യാതൊരു സംശയമില്ല, എനിക്കില്ല. പിന്നെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ പിരിവ് നടത്തുന്നതെങ്കിൽ അത് CPM മാത്രമല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. CPM മേടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പാർട്ടികളും മേടിക്കും. കാരണം ബാർ കച്ചവടക്കാർക്ക് വലിയ രാഷ്ട്രീയമൊന്നുമില്ല. അവർക്ക് അവരുടെ കച്ചവടമാണ് അവരുടെ രാഷ്ട്രീയം, അവരുടെ ബിസിനസ് തന്നെയാണ് അവരുടെ രാഷ്ട്രീയം. അത് പോവുകയും ചെയ്യും. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ബാർ. അതിനകത്തൊരു ഡ്രൈഡേ, 1 മിനിറ്റ് കച്ചവട സമയം നീട്ടിക്കൊടുത്തു. അതൊക്കെ വലിയ ആരോപണങ്ങളുണ്ടാവും. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തീരുകയില്ല. എൻ്റെ അറിവ്, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ബാർ ഉടമസ്ഥന്മാരുടെ ഇടയിൽ അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ്, അനിമോൻ വേറൊരു സംഘടന ഉണ്ടാക്കാൻ പോവുകയാണ് അത്രേ. അതിനുവേണ്ടിയുള്ള ഒരു ബന്ധപ്പാട്ടിലാണ് അദ്ദേഹം. എനിക്കതിൻ്റെ കൂടുതൽ അറിയത്തില്ല. എനിക്ക് അനിമോനുമായിട്ടത് എനിക്ക് വ്യക്തിപരമായിട്ട് സൗഹൃദമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാനും സാധ്യതയില്ല. പക്ഷേ അങ്ങനെയാണ് ബാർ ഉടമസ്ഥർ ചിലരോട് പറഞ്ഞത് എന്ന് മാത്രമാണ് എൻ്റെ സത്യാവസ്ഥ. ഇതേക്കുറിച്ച് ഏതായാലും അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ, ഒരു സംഘടനയുടെ ഒരു സ്പ്ലിറ്റ് ഒരു വശത്ത് വരുന്നു. പക്ഷേ ഇത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം, അതിന് ഒരു വഴി വെട്ടാൻ വേണ്ടി അനിമോൻ പറഞ്ഞു, അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, അനിമോൻ അങ്ങനെ പറഞ്ഞു. അനിമോൻ ഇത് സ്വാഭാവികമായിട്ടും ഒരു പണം സംഭരിക്കാൻ വേണ്ടി നടത്തിയ ഒരു വഴി തന്നെയാണ്. അതിനുവേണ്ടി നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ കാശ് സമാഹരിക്കാൻ വേണ്ടിയാണ്. ആ കാശ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട, ഇത്രയൊക്കെ കൊടുത്തെങ്കിലേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഉണ്ട്. അത് എത്ര കണ്ട് ഇത് എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം, ആരെയെ ഉദ്ദേശിച്ചാണ്? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാശൊക്കെ പിരിക്കുമ്പോൾ ഒരു ബുദ്ധിയുള്ള ബിസിനസ്സുകാരൻ ഇങ്ങനെ പരസ്യമായിട്ടൊരു ശബ്ദരേഖ ഇടുമോ? അങ്ങനത്തെ ചോദ്യം ഉണ്ട് അവർക്ക്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അത്രമാത്രം ഒരു വിഡ്ഢിയാണ്. അല്ല, അപ്പോഴും അതിനൊരു ചെറിയൊരു വിഷയം, അസോസിയേഷൻ പ്രസിഡന്റ് ഇത് എതിർക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം അല്ലായിരുന്നു. സുനിൽകുമാർ, അത് ഫെഡറേഷൻ പ്രസിഡന്റ് പറയുന്നു. അതെ, സുനിൽകുമാർ പറയുന്നു ആ വിഷയം. അവിടെയാണ് ഒരു പ്രശ്നം, അവിടെയാണ് ആ വാദം പൊളിഞ്ഞിരിക്കുന്നത്. കൃത്യമായി 13-ാം തീയതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് പ്രസിഡന്റ് അജണ്ട അയച്ചു കൊടുത്തിരിക്കുന്നു. എന്താണ് ഈ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ പുതിയ മദ്യനയമുണ്ട്, എക്സൈസ് പരിശോധനയുണ്ട്, പിന്നെ വ്യവസായം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയുണ്ട്. സംഘടനാപരമായ വിഷയമായി വരേണ്ട ഈ കെട്ടിട നിർമ്മാണം ഈ അജണ്ടയിൽ എവിടെയുമില്ല. അപ്പോൾ ഈ അജണ്ടയ്ക്കപ്പുറത്തേക്കുള്ളൊരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന ആ വാദത്തിനകത്ത് ഫെഡറേഷൻ പ്രസിഡന്റിന്റെ വാദം തള്ളിപ്പോവുകയാണ്. അല്ല, ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് ആണല്ലോ അനിമോൻ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണെന്നാണല്ലോ നേരത്തെ അപർണ ഇവിടെ സൂചിപ്പിച്ചത്, അല്ലേ? അപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ കുറച്ചൊക്കെ വൈസ് പ്രസിഡന്റിനും ഉപയോഗിക്കാമല്ലോ. ഒരുപക്ഷെ പ്രസിഡന്റിന്റെ അനുമതിയോടെയാണോ വൈസ് പ്രസിഡന്റ് ഇതുപോലെ ശബ്ദരേഖ ഇട്ടത് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണെങ്കിലും ഈ സംഭവത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ബാർ ഉടമസ്ഥർ ആയതുകൊണ്ട് അവർക്ക് അവരുടേതായ കച്ചവട താല്പര്യങ്ങളുണ്ട്. ആ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി കാലം കണക്ക് ചോദിക്കുന്നില്ലേ ശ്രീ ജേക്കബ് ജോർജ്? ഇതാണ് ഇതിന്റെ. അന്ന് KM മാണി സാറിനെ നേരത്തെ അപർണ ചൂണ്ടിക്കാണിച്ച പോലെ അത് ശബ്ദരേഖയായിരുന്നില്ല, ഇതുപോലെ ഒരു ചർച്ചയായിരുന്നു. അന്നാണ് ബിജു രമേശ് ഇത് ആരോപണം പുറത്തു കൊണ്ടുവന്നത്. ഒരു ബോംബ് പൊട്ടുന്നത് പോലെയാണ് പൊട്ടിയത്. അന്ന് അപർണ ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. എൻ്റെ മുന്നിൽ വെച്ചാണ് ബിജു രമേശ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് ആ 9 മണിക്കുള്ള ചർച്ച 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും നീട്ടിക്കൊടുത്തു. കാരണം അങ്ങനെ തീ കത്തി നിൽക്കുന്ന ചർച്ചയായിരുന്നു ആ സമയത്ത്. KM മാണിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ബിജു രമേശ് കുറേ കാര്യങ്ങൾ വെച്ചിട്ട്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായത് അതിൻ്റെ അകത്ത് വേറെയും ചില ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. UDFിൻ്റെ അകത്തെ കേരള കോൺഗ്രസിനെതിരായിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് തന്നെ രമേശ് ചെന്നിത്തല അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു. വിമാനത്താവളത്തിൽ തന്നെ ക്വിക്ക് വെരിഫിക്കേഷൻ ഇടുന്നു KM മാണിക്കെതിരെ. അങ്ങനെ വിജിലൻസിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ ഇടുന്നു, QV എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വലിയ ചർച്ചാ വിഷയം, രാഷ്ട്രീയ പ്രയോഗം തന്നെയായിട്ട് മാറിയത്.
അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് പല തട്ടുകൾ കടന്നു. അവസാനം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ഇങ്ങേപ്പുറത്ത് പോകുന്നു. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. ഇതിലെന്താണ് രാഷ്ട്രീയം എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ. എനിക്ക് ഔദ്യോഗികമായിട്ടോ അതോറിറ്റേറ്റീവായിട്ടോ യാതൊരു വിവരവും അഭിപ്രായമായിട്ട് പറയാം. അഡ്വക്കേറ്റ് ചാർലി പോൾ, മദ്യനയത്തിൽ ഒരു മാറ്റവുമില്ല, ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന പാർട്ടിയാണ്, അങ്ങനെയുള്ള സർക്കാരാണ്. അതിനിടയിൽ പിളർപ്പ്, തമ്മിൽ തല്ല്, അടുത്ത സമാന്തര സംഘടനാ പ്രവർത്തനവുമായി നിൽക്കുന്ന ഒരു അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗത്തിന്റെ പേരിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു പണപ്പിരിവ്, അങ്ങനെ ഒരു ആരോപണത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരില്ലേ? ലഹരി മുക്ത കേരളം എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചതാണ് ഈ സർക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാളത്തെ കേരളം ലഹരി മുക്തമാക്കാം എന്നുള്ള എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പോൾ മദ്യനയത്തിൽ മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ തവണയും മാറ്റമല്ലേ. ഈ രാജ്യത്ത് 29 ബാർ, പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 5 സ്റ്റാർ ബാറുകൾ മാത്രം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? എല്ലായിടത്തും 3 സ്റ്റാർ, 2 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ ബാറുകളൊക്കെ ആരംഭിച്ചില്ലേ? 10% ബീവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരുന്ന് നിർത്തലാക്കിയില്ലേ? എല്ലായിടത്തും ഒരു മദ്യത്തിൻ്റെ കുത്തൊഴുക്ക് നടക്കുകയാണ്. ലഹരി വിമുക്തമല്ല, ലഹരി ആസക്തമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ മദ്യം ലഭ്യമാക്കാനുള്ള നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകും. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അഴിമതിയാണ്. അത് ഈ രാജ്യത്ത് ആരെങ്കിലും അംഗീകരിക്കുമോ? അത് അംഗീകരിച്ചാൽ പറഞ്ഞവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ തന്നെ ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞില്ല എന്ന് പറയും. പക്ഷേ സർക്കാരിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഡ്രൈ ഡേ പിൻവലിക്കുക, IT പാർക്കുകളിലെ മദ്യം വിളമ്പുക, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ വിൽപ്പനയുടെ സമയം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മദ്യമുതലാളികൾക്ക് അനുകൂലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, ഇതെല്ലാം മദ്യമുതലാളിമാർക്ക് ആനുകൂല്യം ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. അങ്ങനെ ആനുകൂല്യം ചെയ്യുമ്പോൾ ഒരു പ്രതിനന്ദി എന്ന പേരിൽ സ്വാഭാവികമായിട്ട് അവർ ചെയ്തിരിക്കാം. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം ശരിയല്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഈ സർക്കാരിന് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ആത്മാർത്ഥതയില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കറിയാം. എന്താ സർക്കാരിൻ്റെ മദ്യനയം? മദ്യവർജനമാണ്. മദ്യവർജനം എങ്ങനെയാണ് ഒരു നയമാവുന്നത്? നമ്മൾ മദ്യപിക്കുന്ന ആളോട് നമ്മൾ ചെന്ന് പറയാണ് മദ്യപിക്കരുത്. അതൊരു നയമല്ല. സർക്കാരിൻ്റെ മദ്യനയം എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ ഉൽപ്പാദനം, വിതരണം, സൂക്ഷിപ്പ്, ഈ കാര്യത്തിൽ സർക്കാരിന് നയമുണ്ടോ എന്നുള്ളതാണ്. മദ്യത്തിൻ്റെ ഉൽപ്പാദനം, വിതരണം, സൂക്ഷിപ്പ് കാര്യങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനവും മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്നതല്ല. മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ലഹരിമുക്തമായ, മദ്യവിമുക്തമായ ഒരു സംസ്ഥാനം കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മദ്യത്തിൻ്റെ കുത്തൊഴുക്ക് രാജ്യത്ത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ഗുരുതരമായ ഭവിഷ്യത്ത് ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. മനുഷ്യൻ്റെ മദ്യപാനാസക്തിയെ, ലഹരി ആസക്തിയെ ഗവൺമെൻറ് ചൂഷണം ചെയ്യുകയാണ്. എല്ലാം ചൂഷണോപാധികളാണ്, മദ്യം മാത്രമല്ല. ലോട്ടറി എടുത്ത് നോക്കിക്കോട്ടെ, പെറ്റി കേസ് ആയിക്കോട്ടെ, ഇതെല്ലാം മനുഷ്യനെ അവനെ ചൂഷണോപാധികളായി സർക്കാർ മാറ്റുകയാണ്. അത്തരമൊരു വികസന നയം ഈ ജനത്തെ, ഈ കേരളത്തെ പിന്നോട്ടടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ ചെയ്യേണ്ടത് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പൗരനെ സംബന്ധിച്ച് അവൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വളർച്ചയ്ക്കും ഉതകുന്ന ഒരു നയമാണോ എന്നാണ് നോക്കേണ്ടത്. പാവപ്പെട്ടവൻ്റെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട നയങ്ങളാണ് സർക്കാർ ആവിഷ്കരിക്കേണ്ടത്. ഇങ്ങനെ മദ്യത്തിൻ്റെ കുത്തൊഴുക്ക് സൃഷ്ടിക്കുമ്പോൾ അത് ഈ പാവപ്പെട്ടവൻ്റെ ജീവിത നിലവാരം ഉയർത്താനും വളർത്താനും പരിപോഷിപ്പിക്കാനും തയ്യാറാകുമോ നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാ ദിവസത്തെ പത്രം എടുത്ത് നോക്കിയേ, എത്ര ഭീകരമായിട്ടാണ് മദ്യത്തിൻ്റെ പേരിൽ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, സഹോദരനെ കൊല്ലുന്നു, സഹോദരിയെ കൊല്ലുന്നു. ഒരു നന്മയും പ്രദാനം ചെയ്യാത്ത ഈ മദ്യം ഇനി IT പാർക്കുകളിൽ കൂടി ഒഴുക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ IT പാർക്കുകളിൽ എന്ത് ക്രിയേറ്റിവിറ്റിയുടെ പേരിലാണ് നമ്മൾ ഈ മദ്യം എടുക്കാൻ തയ്യാറാകുന്നത്? അതുകൊണ്ട് യാതൊരു നന്മയും വരില്ല. നമ്മൾ ഇലക്ഷൻ കാലത്ത് തിരുനാളുകൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, മദ്യത്തിൻ്റെ നിരോധനം നടപ്പാക്കും. എന്താ അങ്ങനെ നടപ്പാക്കാൻ കാരണം? അത് ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ്. എല്ലാത്തരം മദ്യങ്ങളും ആസക്തികളെ, ചിന്തകളെ ബാധിക്കുന്നുണ്ട്, പെരുമാറ്റത്തെ ബാധിക്കുന്നുണ്ട്, ഇന്ദ്രിയ അനുഭൂതികളെ ബാധിക്കുന്നുണ്ട്, വികാരങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നന്മയും ഇത് പ്രദാനം ചെയ്യുന്നതിൽ മാത്രമല്ല
എല്ലാവരെയും ഇനി ആരെങ്കിലും കുടിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവനെ കൂടി കുടിക്കുന്നവനായി മാറ്റി ഒരു മദ്യാസക്ത കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം. ഇത് ഈ രാജ്യത്തെ ജനങ്ങളെ മുച്ചൂടം നശിപ്പിക്കുന്ന നയമായി മാത്രമേ കാണുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പൊ ഇലക്ഷൻ കാലവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാരുടെ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് ഇതിന് ഒപ്പം വരുന്ന മറ്റൊരാരോപണം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു പിരിവ് നടന്നിരുന്നു, അതിന്റെ കുടിശ്ശികയാണ് ഇപ്പോൾ പിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വിഷയമുണ്ട്. അത് ഇപ്പോൾ ഉയർന്നു വരുന്ന, പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണമല്ല അത്. അതിനകത്തൊരു സാങ്കത്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതിന്റെ വസ്തുതാപരമായ വസ്തുതയെ കുറിച്ച് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായ ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ മദ്യനയം കേരളത്തെ ഗുണപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമായിട്ടുള്ള നയമല്ല. മദ്യനയത്തിനെതിരെ ചർച്ച നടത്തുന്നതും പണപ്പിരിവ് നടത്തിയെന്ന് ആരോപിക്കുന്നതും അത് രണ്ടാണല്ലോ. തീർച്ചയായിട്ടും. അല്ല, അതിന് ഈ സർക്കാർ മദ്യ മുതലാളിമാർക്ക് അനുകൂലമായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത. അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും നേരത്തെയും ഈ ഇങ്ങനെയുള്ള വിഷയം ഉണ്ടായപ്പോൾ എത്ര വലിയ പ്രക്ഷോഭത്തെ നേരിട്ടവരാണ് നമ്മൾ. ഞാൻ തിരികെ എത്താം. ശ്രീ VPP മുസ്തഫ, സർക്കാർ ബാർ ഉടമകളോട് എടുക്കുന്ന നിലപാട് അത് അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സഹായം നൽകാൻ, ആ സഹായത്തിന് ഒരു പ്രത്യുപകാരം നൽകപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നത്. ടേൺ ഓവർ ടാക്സ് അടക്കമുള്ള വിഷയങ്ങൾ, ബാറുകൾ ഇത്രയും എണ്ണം കൂടി, അത് ഏത് തരമായിരുന്നു, മദ്യവർജനം എന്ന് പറഞ്ഞു വന്ന സർക്കാർ മദ്യ നയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് എന്താണ്, ഇതൊക്കെ അവിടെ മാറ്റി നിർത്തിയാൽ പോലും ടേൺ ഓവർ ടാക്സ് പ്രതിപക്ഷം ഏറ്റവും അധികം പറയുന്നത് ഇത്ര കോടിയുടെ 600 കോടിയുടെ ടേൺ ഓവർ ടാക്സ് പിരിക്കാത്ത സർക്കാർ. ആ തരത്തിൽ ബാർ ഉടമകൾക്ക് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സർക്കാർ ഡ്രൈ ഡേ എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ അങ്ങനെ ഒരു നിർദ്ദേശം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ എടുത്തതായി വരുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇങ്ങനെ ഒരു വിവാദം വരുന്നത് എന്നുള്ളതാണ്. അരിയാഹാരം കഴിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കാനുള്ള ചിലതൊക്കെ അതിനകത്തില്ലാതില്ല. അരിയാഹാരം കഴിക്കുന്നവർക്ക് നല്ല ബോധ്യമുണ്ട് ഇതൊക്കെ വെറും രാഷ്ട്രീയ നാടകങ്ങളാണ്. കാരണം എന്താ, ഇന്ന് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയും ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സംസ്ഥാന സെക്രട്ടറി സഖാവും MV ഗോവിന്ദൻ മാഷും മാധ്യമങ്ങളോട് വ്യക്തതയോടുകൂടി പറഞ്ഞു, പുതിയ വർഷത്തെ മദ്യനയത്തെ കുറിച്ച് സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും മുന്നണിയുമോ ആലോചിച്ചിട്ടേയില്ല. ഡ്രൈ ഡേ പിൻവലിക്കാൻ പോകുന്നു എന്നാരാണ്? അല്ല, അത് ഈ സാഹചര്യത്തിൽ അതല്ലാണ്ട് എന്താണ് പറയുക? ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് അത് അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ലാതെ പിന്നെ എങ്ങനെയാണ് CPM പറയാൻ കഴിയുക ഈ സാഹചര്യത്തിൽ? ഈ സാഹചര്യം ആരുണ്ടാക്കിയതാ? CPM ഉണ്ടാക്കിയതാണോ? മന്ത്രി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ ഉൾപ്പെടെ കുറച്ചുപേർ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇങ്ങനെ എഴുതുന്നു അല്ലെങ്കിൽ വാർത്ത കൊടുക്കുന്നു, ഡ്രൈ ഡേ പിൻവലിക്കാൻ പോകുന്നു. സർക്കാരിന്റെ ആരെങ്കിലും പറഞ്ഞോ? പാർട്ടിയുടെ ആരെങ്കിലും പറഞ്ഞോ? ആർക്കെങ്കിലും ഉറപ്പ് കൊടുത്തോ? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ ആരംഭിച്ചോ? മദ്യനയം സാധാരണഗതിയിൽ പ്രഖ്യാപിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിൽ മദ്യനയം പ്രഖ്യാപിക്കാൻ വേണ്ടി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച നടത്തും. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട്. കാരണം ബാർ ഉടമകളുണ്ട് കേരളത്തിൽ, ബാർ തൊഴിലാളികളുണ്ട്, മദ്യവ്യവസായ തൊഴിലാളികളുണ്ട്, കള്ളി ഷാപ്പ് ഉടമകളുണ്ട്, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാമായി ചർച്ച നടത്തിയിട്ടാണ് ബാറിൽ കോഴ വാങ്ങിക്കുന്നതെല്ലാം തൊഴിലാളികളുടെ ക്ഷേമത്തിനാണെന്നാണ് ഇപ്പോൾ മുസ്തഫ പറഞ്ഞു പോകുന്നത്. ഈ അരിയാഹാരം കഴിക്കുന്നവർക്കൊന്നും മനസ്സിലാകാത്ത പച്ചക്കള്ള ഇങ്ങനെ ചാനൽ വന്ന് ബഹുമാന്യ ശ്രീ PPP മുസ്തഫ പറയരുത്. താങ്കൾക്കടക്കം എല്ലാവർക്കും വ്യക്തമായി അറിയാം, ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തോടൊപ്പം വലിയൊരു പണവും കീശയിലാക്കാനുള്ള സംഘടിതമായ കൊള്ളയാണ് ഇപ്പോൾ CPM മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് സംസാരിക്കേണ്ടത്?
ആരാണ് സംസാരിക്കേണ്ടത്? യെസ്, താങ്കൾ പറയൂ. വിഷ്ണുവാണ് അതിന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ ഞാനെന്താ വെച്ചാൽ നമ്മളൊരു ജനാധിപത്യ മര്യാദ കാണിക്കണം. അപ്പൊ അദ്ദേഹം സംസാരിക്കുമ്പോൾ മറ്റാരെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. എന്തുകൊണ്ടാ? അവര് പറയുന്നത് ശരിയായതുകൊണ്ടല്ല. പക്ഷെ നമ്മൾ ഒരാൾക്ക് നിങ്ങൾ അവതാരക എന്നുള്ളതിൽ ഒരു സ്ലോട്ട് കൊടുത്താൽ അവർക്ക് ഫ്ലോയോടുകൂടി സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഇടപെടും. നിങ്ങളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ അവാസ്തവമായിട്ടുള്ള വ്യാജ പ്രചരണം നടത്തുക, എന്നിട്ട് ശരിയായ വസ്തുതകൾ പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക, അതൊക്കെ ഭീരുക്കളുടെ സമീപനമാണ്. അതൊന്നും ഒരു ജനാധിപത്യ മര്യാദയല്ല. വളരെ കൃത്യമാണ്. മദ്യനയത്തെക്കുറിച്ച്, പുതിയ മദ്യനയത്തെക്കുറിച്ച് കേരളം ആലോചിച്ചിട്ടില്ല, കേരള സർക്കാർ ആലോചിച്ചിട്ടില്ല. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞു വെക്കുന്നത്? കേരളത്തെ മദ്യത്തിൽ മുക്കി കൊല്ലാൻ പോകുന്നു, മറ്റേതാക്കാൻ പോകുന്നു, ഇവിടെ ബാറുകൾ കൊടുത്തു. UDF ഭരണകാലത്ത് 600+ ബാർ ഉണ്ടായിരുന്നു. 2011 തൊട്ട് 2005 കൊല്ലം ഉണ്ടായിരുന്നല്ലോ. ആ ബാറുകളുടെ എല്ലാം ലൈസൻസ് ഒറ്റയടിക്ക് റദ്ദാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? കേരളത്തിൽ മദ്യനിരോധനം കൊണ്ടുവരാനാണോ? പാവപ്പെട്ട സ്ത്രീകളെയും കുടുംബങ്ങളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? ഞാൻ അതിന്റെ ആ പ്രശ്നമല്ലേ 2014 ബാർക്കോഴ ഇടപാടിലേക്ക് നയിച്ചത്? അങ്ങനെയല്ലേ ആരോപണങ്ങൾ വന്നത്? ഇവിടെ നിങ്ങളെല്ലാം കെ എം മാണി എന്നുള്ള ഒരു പേരേ പറഞ്ഞിട്ടുള്ളൂ. കെ ബാബുവിന്റെ പേരില്ലേ അതില്? രമേശ് ചെന്നിത്തലയുടെ പേരില്ലേ അതിനകത്ത്? അന്ന് മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ പേരില്ലേ? ബിജു രമേശ് ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയല്ലോ. ചാനല്ല പറയുന്നത്, ആളില്ലാത്ത ശബ്ദരേഖയല്ല, നേരിട്ട് വന്ന് വ്യക്തിപരമായിട്ട് സാക്ഷി വരുന്നു. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാരവാഹിയായിരുന്ന റസീഫ് വരുന്നു. രണ്ടുപേരും പറയുന്നു, ഞങ്ങൾ കെ ബാബുവിന്റെ ഓഫീസിൽ പോയി പണം കൊടുത്തു. ആ പണം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കാറിൽ കൊണ്ടുപോയി വെക്കുന്നത് ഞങ്ങൾ കണ്ടു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല MLA കൊണ്ടുപോയി പണം കൊടുത്തു. അന്ന് മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ നേതാവ് VS കുമാറിന് കൊണ്ടുപോയി പണം കൊടുത്തു. എല്ലാം വളരെ കൃത്യമായിട്ട് പറയുകയും അത്തരം കാര്യങ്ങളെല്ലാം ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യണ്ടേ? വേണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഇങ്ങനെ വേവനാതിലുള്ളുകയാണ്. അദ്ദേഹം നിർത്തു പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ ഇടപെടൂ. താങ്കൾ പറയുമ്പോൾ ഞാൻ ഇടപെടില്ല. താങ്കൾ എന്താ വാസ്തവം പറഞ്ഞാലും ഞാൻ ഇടപെടില്ല. കാരണം താങ്കളുടെ സ്പോട്ടാണത്. എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഇനി പോട്ടെ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ആഭ്യന്തര അന്വേഷണം, ഞങ്ങൾ അന്ന് അവർ LDF എത്തിയിട്ടില്ല. UDF ഇരിക്കെ അവർ നടത്തിയ അന്വേഷണം, അന്ന് CF തോമസ് MLA നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ആ അന്വേഷണത്തിൽ ഇവരുടെ എല്ലാം പേരുകളില്ലേ? ഞാൻ പറഞ്ഞ അമ്മാതിരി രാഷ്ട്രീയ വിഴുപ്പതക്കല്ലേ തിരികെയല്ല, തീർക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ? ഇങ്ങനെ സ്വാഭാവികമായി തീരട്ടെ. അപ്പൊ അതുകൊണ്ട് വളരെ UDFന്റെ അന്നത്തെ ചീഞ്ഞു മാറിയ പ്രശ്നമാണ് അവർക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ. അതുകൊണ്ടാണല്ലോ അഴിമതി വിരുദ്ധ ഇത് വളരെ മോശമാണ്. ഇത് ബാക്കിയുള്ളവർ കൂടെ സമയം. VP മുസ്തഫ, ഞാൻ വസന്തിലേക്ക് പോയിട്ട് വസന്ത് താങ്കൾ പറഞ്ഞ വിഷയത്തിന് വസന്തിന് കോൺഗ്രസിന് മറുപടി പറയണല്ലോ. കോൺഗ്രസ് 2014 താരതമ്യപ്പെടുത്തണ്ട. ഞാൻ മറുപടി പറയണ്ടേ? അല്ലല്ല, അപർണ അവര് 4 പേരും കൂടി പറഞ്ഞതിന് ഞാൻ മറുപടി പറയണ്ടേ? അത് കഴിഞ്ഞിട്ടല്ലേ അടുത്തയാൾക്ക് പോകേണ്ടത്. നിങ്ങൾ എന്ത് സമീപനാ സ്വീകരിക്കുന്നത്? നിങ്ങൾക്കറിയാലോ, എനിക്ക് 8 മണിക്ക് വേറെ ചാനലിലും കൂടി പോകാനുണ്ടെന്ന്. ആ സമയം തരണ്ടേ നിങ്ങൾ? വസന്തിലേക്ക് പോയിട്ട് ഒരു ചോദ്യത്തിന് വസന്തിലേക്ക് പോയിട്ട് ഞാൻ താങ്കൾക്ക് തിരികെ വരാം. എനിക്ക് താങ്കൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ചോദ്യത്തിന് മറുപടി ചോദിക്കാൻ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ വരാം. VP മുസ്തഫ, ഒറ്റ മിനിറ്റ്. വസന്ത്, UDFന്റെ ആഭ്യന്തര പ്രശ്നമായി ഉരുത്തിരിഞ്ഞ ഒരു ബാർക്കോഴ വിവാദം പോലെയല്ല ഇത്. സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി തെളിയിക്കും? ഇതിനകത്ത് പുറത്തു വരുന്നത് എന്താണ്? മന്ത്രിമാരുടെ പേരുണ്ടോ? പണം കൊടുത്തതായിട്ടുള്ള രേഖകളുണ്ടോ? ഏത് വിഷയത്തിൽ ഇത് തെളിയിക്കും എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഇടതുപക്ഷം. വസന്ത് കേൾക്കുന്നില്ലേ? വസന്ത് കേൾക്കുന്നുണ്ടോ? വസന്ത് കേൾക്കുന്നുണ്ടോ? ശ്രീമതി അപർണ, ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹം പറഞ്ഞ 2 കാര്യത്തിൽ ഉത്തരവുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് LDFന്റെ മദ്യനയം ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, അതിനെപ്പറ്റി ചർച്ച പോലും തുടങ്ങിയില്ല. അങ്ങനെ ഒരു കാര്യത്തിലാണോ ഇങ്ങനെ ഒരു അഴിമതി ആരോപണം വരുന്നത്? നോക്കൂ,
ബഡ്ജറ്റ് വിറ്റ കള്ളൻ മാണി എന്ന് VS അച്യുതാനന്ദൻ പ്രസംഗിക്കുമ്പോൾ ബഡ്ജറ്റിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടില്ല. അന്നത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് ധനമന്ത്രി സംസാരിക്കുന്നത് തുടങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് ഇവർക്ക് ബഡ്ജറ്റ് വിറ്റ കള്ളൻ എന്ന് പറയാമെങ്കിൽ, ബഡ്ജറ്റ് വിറ്റ കള്ളൻ മാണി എന്ന് പറയാമെങ്കിൽ, ബാറ് വിറ്റ കള്ളൻ MP രാജേഷ് എന്ന് പറയും. സംശയം വേണ്ട. ഇനി ഒരു കാര്യം കൂടി, ശ്രീ VPP കേക്കൂ, ശ്രീ VPP, രണ്ടാമത് മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നേ. അങ്ങ് പറഞ്ഞല്ലോ എന്താണ്, UDF-ന്റെ ഉള്ളിലെ ഇന്നർ പൊളിറ്റിക്സിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ അന്നുണ്ടായി, അത് നിങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ UDF എന്ത് പറഞ്ഞാലും, UDF നേതാക്കൾ എന്ത് പറഞ്ഞാലും അത് ഏറ്റെടുക്കുന്നവരാണോ നിങ്ങൾ? രണ്ടാമതായി നിങ്ങൾ പറഞ്ഞ അനിമോനെ വിശ്വസിക്കാൻ പറ്റില്ല, ഹീസ് നോട്ട് ക്രെഡിബിൾ. ഇതേ അനിമോനെ താങ്ങിക്കൊണ്ടാണ് നിങ്ങൾ കുറെ കാലം നടന്നത്. അയാളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് കേരളത്തെ യുദ്ധക്കളമാക്കിയത്. തലസ്ഥാനത്ത് മുഴുവൻ നിങ്ങളുടെ സമര സഖാക്കൾ അണിനിരുന്നത് ഇതേ അനിമോന്റെ വാക്ക് കേട്ടോടാണ്. അത് മറക്കരുത്. രണ്ടാമതായി അങ്ങ് പറഞ്ഞത് UDF-നുള്ളിലെ ഇന്ന പ്രശ്നം കാരണമാണ് അന്നത്തെ ബാർക്കോഴ വന്നതെങ്കിൽ അന്ന് ഇരയാക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന ആളുണ്ടല്ലോ, KM മാണി. ആ KM മാണിയുടെ പാർട്ടി കഴിഞ്ഞ 3-4 വർഷമായി നിങ്ങളുടെ മുന്നണിയിലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷണം റീഓപ്പൺ ചെയ്യാത്തത്? നേരത്തെ അദ്ദേഹം പറഞ്ഞു, രമേശ് ചെന്നിത്തല, K ബാബു, ശിവൻകുട്ടി അടക്കമുള്ള, VS ശിവകുമാർ അടക്കമുള്ള നേതാക്കളുടെ പേര് പറഞ്ഞു. 7 വർഷമായി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ അഴിമതി വിരുദ്ധ മുന്നണി പോരാളി, മദ്യനയത്തിലെ തീവ്ര നിലപാടുകാരൻ സഹാവ് പിണറായി വിജയനല്ലേ? രമേശ് ചെന്നിത്തലയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഉമ്മൻചാണ്ടിയോ KC വേണുഗോപാലോ ഒന്നുമല്ലല്ലോ. അന്വേഷണം റീഓപ്പൺ ചെയ്ത് ഇവരെല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്യും. എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി അവരുടെ ഒരു കാര്യം കൂടി, അപർണ പറഞ്ഞല്ലോ, MP രാജേഷ്, അപർണയുടെ മറ്റാരോട് ചോദിച്ചാണ്, MP രാജേഷ് ഇതാ പരാതി കൊടുത്തിരിക്കുന്നു. ആർക്ക്? DGP-ക്ക്. വേറെ എന്ത് ചെയ്യാൻ പറ്റും MP രാജേഷിന്? പിന്നെ അവർ കൊടുത്ത പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് അപർണ വിശ്വസിക്കുന്നത്. അവരുയർത്തിക്കൊണ്ട് വന്ന ആരോപണങ്ങളിൽ, അവർ കൊടുത്ത പരാതികളിൽ ഇതുവരെ അന്വേഷണം നടന്നിട്ടില്ല. ഒരു ചുക്കും ചുണ്ണാമ്പും കണ്ടുപിടിക്കാൻ കഴിഞ്ഞ 7 വർഷമായി ഇവരുടെ പോലീസിന് സാധിച്ചിട്ടില്ല. പിന്നെയല്ലേ വേറെ ആരെങ്കിലും അവർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം കണ്ടുപിടിക്കാൻ ഈ പോലീസും ഈ സംവിധാനവും ഈ ആഭ്യന്തര വകുപ്പും പോകുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് ഒരു നോട്ടെണ്ണൽ യന്ത്രം മേടിക്കാൻ വേണ്ടി തൽക്കാലം ഇനി ജോസ് കെ മാണിയോട് പോയി ചോദിക്കുന്ന മോശമല്ലേ? അപ്പൊ അദ്ദേഹം രാജ്യസഭാ സീറ്റ് തിരിച്ചു വയ്ക്കും. യന്ത്രം തരാം, പക്ഷെ രാജ്യസഭാ സീറ്റ് വേണമെന്ന് പറയും. അതുകൊണ്ട് ശ്രീ MP രാജേഷിന് സ്വന്തമായ ഒരു നോട്ടെണ്ണൽ യന്ത്രം മേടിക്കാൻ വേണ്ടി എന്റെ വക 500, അവരുടെ എത്ര നൽകും, ബാക്കിയുള്ള പാനലിസ്റ്റുകൾ എത്ര നൽകും നടക്കുന്നു. അതെ, ശ്രീ VPP മുസ്തഫ, ആ നോട്ടെണ്ണൽ യന്ത്രവുമായി ബന്ധപ്പെട്ട്, ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലടക്കം 500 രൂപ പിരിവ് നടന്നതൊക്കെ ആൾക്കാരും മറന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും അന്ന് ആ പ്രതിഷേധം ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷമാണ്. ചില ആരോപണങ്ങൾ കൂടുതൽ വ്യക്തമാകട്ടെ, അല്ലെങ്കിൽ അത് തെളിയട്ടെ എന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ബാധ്യത രാഷ്ട്രീയപരമായിട്ട് വന്നു ചേരുന്നുണ്ട് ഇടതുപക്ഷത്തിന്. ഒന്ന്, ഞാൻ പറഞ്ഞു, എല്ലാറ്റിനും കാര്യങ്ങൾ പറയാൻ ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു മര്യാദയില്ലായ്മയാണ് കോട്ടെ പാനലിസ്റ്റുകൾ കൊണ്ട് ഒരു അവതാരക എന്നുള്ളതിൽ അവരുടെയും നടത്തിയത്. നേരത്തെ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞതാണ്, എനിക്ക് വേറെ ചാനലിൽ കൂടി പോകാനുള്ളതാണ്. പക്ഷെ മര്യാദയില്ലായ്മയാണ് താങ്കൾ കാണിച്ചത്. എനിക്ക് സംസാരിക്കാനുള്ള സമയമില്ലാതെയാണ് നിങ്ങൾ ഇടപെടുന്നത്. ഇവിടെ ഒരു ധാരണയും ഇല്ലാതെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുന്നത്. ബാർക്കോഴ കേസ് 1 ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ബാബുവിനെതിരെ കേസ് കോടതി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ട് പോലും വളരെ ഗംഭീരമായ തിരിച്ചടിയാണല്ലോ അദ്ദേഹത്തിന് ആ ബാർക്കോഴ കേസിൽ ഉണ്ടായത്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് ഇദ്ദേഹം പറയാണ് വീണ്ടും അന്വേഷിക്കുകയും അതിൽ കേസെടുക്കുകയും K ബാബു കോൺഗ്രസ് നേതാവ് പ്രതിയായിട്ട് ഇപ്പോഴും നിൽക്കുക. ആ കേസ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് മനസ്സിലാക്കും നിങ്ങൾ. അതൊന്നും എഴുതി തള്ളിയിട്ടില്ല. അതെല്ലാം നിലനിന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ പറഞ്ഞതെന്താ, ഞങ്ങൾ ഈ നാടിനെ മദ്യത്തിൽ മുക്കുന്നു. നിങ്ങൾ നോക്ക്, 2011-16 ഇവര് ബാറെല്ലാം അടച്ചുമുട്ടി എന്ന് പറയുന്ന കാലം, ആ കാലത്ത് കേരളത്തിൽ വിറ്റത് 1706 ലക്ഷം കേസ് മദ്യമാണ്. 1706 ലക്ഷം കേസ് മദ്യം UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ. എന്നാൽ ഇപ്പൊ 8 വർഷമായി LDF വന്നിട്ട് ഈ 8 വർഷം കൊണ്ട് 1610 ലക്ഷം കേസ് മദ്യമേ വിറ്റിട്ടുള്ളൂ കേരളത്തിൽ. 96 ലക്ഷം കേസ് മദ്യത്തിന്റെ അളവ് കുറയുകയാണ് ചെയ്തത്, വിൽപ്പന കുറയുകയാണ് ചെയ്തത്. ഇവിടെ അതൊരു ചാർജൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെ മദ്യം മുക്കാണ്. അപ്പൊ ബാറിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മദ്യ ഉപഭോഗം കൂടിയിട്ടില്ല. കണക്കിവിടെ ഉണ്ട് വിൽക്കുന്നതിനെല്ലാം. കാരണം സർക്കാരിന്റെ സ്ഥാപനത്തിലൂടെയാണ് കേരളത്തിൽ മദ്യത്തിന്റെ ഹോൾസെയിൽ ഏജൻസി. ഒരു പ്രൈവറ്റ് ഏജൻസിക്കും ഇല്ല.
ബീവറേജ് കോർപ്പറേഷൻ കൊടുക്കുന്ന മദ്യമേ ബാറുകളിലൂടെ വിൽക്കാൻ പറ്റുള്ളൂ. ആ വിറ്റതിന് കണക്കുകളുണ്ട്, രേഖകളുണ്ട്. UDF ഭരണകാലത്ത് 1706 ലക്ഷം കേസ് മദ്യം വിറ്റപ്പോൾ ഈ 8 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് അവർ അത്ര വിറ്റപ്പോൾ ഈ ടേൺ ഓവർ ടാക്സ് പിരിക്കാത്തതോ ശ്രീ VPP മുസ്തഫ? ശ്രീ VPP മുസ്തഫ അല്ല, അതൊറ്റ ഒരു ചെറിയ ഒറ്റവരി സംശയം. ഈ ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല എന്ന് പറയുന്ന സംശയമുണ്ടല്ലോ, പ്രതിപക്ഷം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനു കൂടി ഒരു വ്യക്തമായ മറുപടി ഉണ്ടോ? മദ്യവർജനം എന്ന് പറയുന്ന ഞങ്ങളുടെ നയം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ നടത്തുന്ന വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നു. അതിന്റെ എല്ലാം ഭാഗമായിട്ട് മദ്യ ഉപഭോഗം കേരളത്തിൽ കുറയുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ കേരളത്തെ മാത്രം ഒരു മദ്യവിമുക്ത സംസ്ഥാനമാക്കാൻ കഴിയുമോ? ഗുജറാത്ത് നമുക്കറിയാമല്ലോ, ഗാന്ധിജി ജനിച്ച നാട് എന്നുള്ള നിലയിൽ മദ്യം അവിടെ വിൽക്കാൻ ഞാൻ ചോദിച്ചത് ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല ബാർ ഉടമകളിൽ നിന്ന്, ഇത്രയും കോടി പിരിക്കാതെ ഇരിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അല്പം മുൻപ് വസന്ത് പറയുന്നു, അതായത് ബാർ ഉടമകളുടെ സമീപനം എങ്ങനെയാണെന്നുള്ള അതിനൊരു ചെറിയ മറുപടി ഉണ്ടോ? TOT പിരിക്കാത്തത് മദ്യവർജനത്തിന് വേണ്ടിയാണോ? മികച്ച ക്യാപ്സ്യൂളാണ്. നിങ്ങള് ഇതില് പിന്നെ കേരളത്തിന്റെ അവസ്ഥ വളരെ കൃത്യമാണ്. ഒരു ടേൺ ഓവർ ടാക്സ് പിരിക്കാതിരുന്നിട്ടില്ല കേരളത്തിൽ മദ്യത്തിലൂടെ 3 വരവുണ്ട്. എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, സെയിൽ ടാക്സ് ഉണ്ട്, ടേൺ ഓവർ ടാക്സ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ TOT മാത്രമല്ല കേരളത്തിലുള്ളത്. TOT ഈ 3ലും കൂടി കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ അളവ് മാത്രമുള്ളതാണ്. അതിൽ യാതൊരു തരത്തിലുമുള്ള വീഴ്ചയുമില്ല. ഇവിടെ ഈ മാർച്ച് മാസത്തിൽ മാത്രം GST ഉദ്യോഗസ്ഥർ ബാറുകളിൽ പരിശോധന നടത്തി 3.2 കോടി രൂപയുടെ തട്ടിപ്പാ കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് ഇടപെടുന്നത്. അതുകൊണ്ടാണ് അപർണ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള ധാരണയുണ്ടാകണം. കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും 77,000 കോടി രൂപ നേരത്തെ ഉള്ളതിനേക്കാൾ 47,000 കോടിയിൽ നിന്ന് 77,000 കോടി രൂപയിലേക്ക് എത്തി കേരളത്തിന്റെ തനതു വരുമാനം. അതുകൊണ്ടാണ് വലിയ നിലയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അപ്പൊ വസ്തുതയായിട്ട് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും തരുന്ന ക്യാപ്സ്യൂള് പോലും അല്ലാത്ത സാധനം എടുത്തിട്ട് ഈ കോൺഗ്രസ് പ്രതിനിധിയൊക്കെ വന്നിട്ട് അവാസ്തവും വ്യാജ പ്രചരണവും നടത്തേണ്ടി വരുമ്പോ ഈ ആരെങ്കിലും അയച്ചു കൊടുക്കുന്ന അല്പമാത്ര കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ സങ്കടം തോന്നുകയേ വഴിയുള്ളൂ. ഇവിടെ വളരെ കൃത്യമാണ്. വലിയ മുതലാളിമാരിൽ നിന്ന്, രാജ്യത്തെ വിറ്റ മുതലാളിമാരിൽ നിന്ന്, ഇലക്ടറൽ ബോണ്ടിലൂടെയൊക്കെ ഫണ്ട് സ്വീകരിച്ച പരിചയമുള്ള അനുഭവമുള്ള പാർട്ടിക്കാർക്ക് എല്ലാം അങ്ങനെയാണെന്ന് തോന്നും. ബാർ ലൈസൻസ് കൊടുക്കാൻ മദ്യനയം മാറ്റാനില്ല, ബാർ ലൈസൻസ് കൊടുക്കാൻ അതുകൊണ്ട് വളരെ ശരിയായ നിലയിലാണ് നമ്മുടെ താങ്കൾക്ക് മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ടത് കൊണ്ട് കൂടി ഞാൻ താങ്കളെ ഇതിനകത്ത് നിന്ന് ഏതായാലും വളരെയധികം നന്ദി. ചർച്ച ചേർന്നതിന് ഞാൻ വിഷ്ണുവിലേക്ക് പോകുമ്പോ, വിഷ്ണു ഈ വിഷയത്തിനകത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്തൊരു ദയനീയമായ സ്ഥിതിയാണ്. കുരുപൊട്ടിയിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് കുരുപൊട്ടിയിട്ട് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഞങ്ങള് SFI എല്ലാരെയും പുറത്താക്കും, CPM എല്ലാരെയും പുറത്താക്കും. നിങ്ങൾ പുറത്താക്കില്ല, ആളെ കൊന്നവനെ നിങ്ങൾ പിടിച്ചിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാക്കും. പിന്നെ നിങ്ങളുടെ നിലമ്പൂരെ ഓഫീസിൽ അടിച്ചു തടിക്കാരിയെ അടിച്ചു കൊന്നയാളെ നിങ്ങളുടെ നേതാവാക്കും. വിഷ്ണു, ഞാൻ സമയപരിമിതി കൊണ്ട് ശ്രീ VPP മുസ്തഫ, താങ്കൾ സ്വയം പരിഹാസ്യനാവുകയാണ്. കേരളത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ബാറുകൾ അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞത് സർക്കാരിന്റെ മദ്യവർജന നയം കൊണ്ടല്ല. കേരളത്തിലെ ആൾക്കാർ ഇല്ലെങ്കിൽ കേരളത്തിന്റെ സമൂഹത്തിൽ ഇന്ന് മറ്റ് MDMA പോലുള്ള മാരകമായ ലഹരികൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ ചെറുപ്പക്കാർ എത്രയോ ദിവസം ഇവിടെ പിടിപെടുന്നു. എന്ത് നടപടിയാണ് ഇതിനെതിരെ ആഭ്യന്തര വകുപ്പിന് സ്വീകരിക്കാൻ കഴിയുമെന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ ഉയരുകയാണ്. അല്ലാതെ മദ്യവർജനത്തിന് വേണ്ടി സർക്കാർ ഒരു നയവും ഇവിടെ സ്വീകരിച്ചിട്ടില്ല. ബാറുകൾ തുറന്നു കൊടുത്തിട്ടേ ഉള്ളൂ. ശ്രീ ജേക്കബ് ജോർജ്, അപ്പോഴും ഇനിയും വെളിപ്പെടുത്തലുകൾ വരാനുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പ്രതിപക്ഷത്തിന് ഈ രീതിയിൽ ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? 2014 സാഹചര്യം വെച്ച് അപർണ, ഇതൊരു സാധാരണ ശബ്ദരേഖയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ ആരോപണങ്ങൾ ഇപ്പൊ നമുക്ക് അന്നറിയാമല്ലോ. അന്ന് ബിജു രമേശ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഒരു തുടർന്ന സംഭവങ്ങൾ തന്നെ ഉണ്ടായി. പിറ്റേ ദിവസം രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും വരട്ടെ. അത് ഇത് പ്രതിപക്ഷത്തിന് ഒരു ആയുധം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അത് ബാറാണ് വിഷയം.
ബാറിനകത്തെ കൈക്കൂലിയാണ് വിഷയം. പറയുന്നത് ഒരു ബാർ ഉടമസ്ഥൻ തന്നെയാണ്, അതിൻ്റെ ശബ്ദരേഖയുണ്ട്. അദ്ദേഹം ഇതുവരെയും അത് നിഷേധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത് അനുമോൻ്റെ ശബ്ദമാണ്, ആ ശബ്ദം ശരിയാണ് എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ കാര്യങ്ങൾ അനുസരിച്ചുള്ള അർത്ഥം. പക്ഷേ അത് സംബന്ധിച്ച് ഇനിയും വരണം. ഇപ്പോൾ പോലീസ് അന്വേഷിച്ചാൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ പിരിക്കാനുള്ള സാധ്യതയുണ്ടോ, പിരിച്ചിട്ടുണ്ടോ, ഇപ്പം തെരഞ്ഞെടുപ്പിന് വേണ്ടി പിരിച്ചിട്ടുണ്ടെങ്കിൽ പിരിച്ചിട്ടുള്ള കാശ് എന്ന് മാത്രം വരും, അതുവരെ കണ്ടുപിടിക്കാം. അപർണ, ഒരു പ്രയാസവുമില്ല കേരളത്തിലെ പോലീസിനെ കണ്ടുപിടിക്കാൻ. അത് ആ കാശ് എങ്ങനെയൊക്കെ വിതരണം ചെയ്തു, ആർക്കൊക്കെ കൊടുത്തു, ഇതൊന്നും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ വരട്ടെ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം മാത്രമാണ്. എം വി ഗോവിന്ദൻ മാഷും എം വി രാജേഷും മേശയും കൗണ്ടറും ഒക്കെ വെച്ചിട്ട് കാശ് മേടിക്കുന്ന ആളല്ല. ബാർ ലൈസൻസ് കൊടുക്കാനും ഒക്കെ അവരുടെ രണ്ടുപേരെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷെ ഞാൻ രാഷ്ട്രീയമായിട്ടല്ല ഇത് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ കാശ് പിരിച്ച് എന്തിനാ? എനിക്കൊരു കാര്യം അറിയാം. ചില ബാറുകാരുണ്ടല്ലോ, കാശ് പിരിക്കും, എന്നിട്ട് പോക്കറ്റ് ഇടും, അത് വേറെ വഴിക്ക് ഉപയോഗിക്കും. ബാർ ഉടമസ്ഥന്മാർ അതൊക്കെ ഈ ബാറുകാരൻ പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണെങ്കിലും അത് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. ഏതായാലും ആരോപണ കൊടുങ്കാറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏതെല്ലാം കൂടുതൽ വെളിപ്പെടുത്തലുകൾ പിരിച്ചിട്ടുണ്ടെങ്കിൽ അതാർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ആരുടെ എല്ലാം പേരുകൾ വരും എന്നൊക്കെ ഇനി വരും ദിവസങ്ങൾ. ഇന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ആരോപണത്തിന്റെ തുടക്കമാണ് ഇത്രയും വലിയ വിവാദത്തിൽ എത്തിച്ചിരിക്കുന്നത്. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു പണപ്പിരിവിൽ വാസ്തവമുണ്ടോ എന്ന്. പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ 84% പ്രേക്ഷകരും ഉണ്ട് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. 13% അല്ല എന്ന്, 3% നിഷ്പക്ഷം എന്നുള്ളത്. ഏത് തരത്തിലാണ് രണ്ടാം ബാർക്കോഴ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കാൻ പോകുന്നതെന്ന് വരും മണിക്കൂറുകൾ പറയും. വളരെയധികം നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. പൂർണ്ണമാകുകയാണ് പ്രൈം ഡിബേറ്റ്.